നമസ്കാരം. നമസ്കാരം. യെസ്, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ അന്തിക്കാട്, തൃശ്ശൂർ. തൃശ്ശൂർ അന്തിക്കാട്. അന്തിക്കാട് എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, സത്യൻ അന്തിക്കാട് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ കുട്ടിക്കാലം മുതൽ അറിയുന്നത് സത്യൻ അന്തിക്കാട് എന്നുള്ള ആ ഒരു പേര് മാത്രമാണ് നമ്മൾ അറിയുന്നത്. അതാണ് സത്യസന്ധത. ഓക്കെ. പിന്നെ അവിടെ ഒരു വലിയൊരു ക്ഷേത്രമുണ്ട്, ആകോട്ടെ. അതെ, ഓക്കെ. മോർണിംഗ് വന്നാണ്, രാവിലെ വന്നാണ് അല്ലേ? ഇതിൽ കല്യാണ ചെക്കൻ. നമസ്കാരം. കല്യാണ പെണ്ണ് നമസ്കാരം മോളെ. നമസ്കാരം. ഓക്കെ മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം? നമ്മുടെ കളക്ഷൻസൊക്കെ നല്ല കളക്ഷൻസ് ആയിരുന്നു. ഓക്കെ, മോൾക്ക് തൃപ്തിയായിട്ടാണോ ഹാപ്പി ആയിട്ടാണോ? നല്ല ഹാപ്പിയാണ്. സന്തോഷം മോളെ. ഓക്കെ. ഇനി ബ്രദർ, ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ എയർഫോഴ്സിലാണ്. സന്തോഷം. ഓക്കെ, അത് എങ്ങനെ ഇവിടുത്തെ വന്നപ്പോൾ അതിൻ്റെ അഭിപ്രായം? ഞങ്ങൾ ഓൺലൈനായിട്ടുള്ള ഈ വാർത്തകളുണ്ട്, പിന്നെ കൂട്ടുകാർ സജസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ റിലേറ്റീവ് മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ, അവർ സജസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. വന്നപ്പോൾ നല്ലോണം ഹാപ്പിയാണ്. എന്താ പറയാ, നല്ലോണം കളക്ഷൻസ് ഉണ്ട്, റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. റീസണബിൾ എന്നല്ല, ഒരു സാധാരണക്കാരനെ ഏറ്റവും അനുയോജ്യമായ റേറ്റുകളാണ്. നല്ല വില കുറവില് നല്ല ക്വാളിറ്റിയുള്ള കിട്ടും. സന്തോഷം. എന്തായാലും ഹാപ്പിയാണ്. ഓക്കെ, റൈറ്റ്. വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വല്ലതും കൂടെ? സാറിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റിന് വീണ്ടും ഒരു പ്രത്യേകം താങ്ക്സ്. അതെന്തായിരുന്നു അത്? സാറ് എനിക്കൊരു ഗിഫ്റ്റ് തന്നായിരുന്നു. സാർ എന്നോട് ഇഷ്ടമുള്ള ചൂസ് ചെയ്തിട്ട് പുള്ളി പേ ചെയ്യണ്ടെന്ന് പറഞ്ഞ പുള്ളി ഒരു സസ്പെൻസ് ആയിട്ട്. അതെന്തായിരുന്നു ആ സസ്പെൻസ്? ഞാൻ പിന്നെ ഇപ്പൊ പറഞ്ഞത് ആക്ച്വലി ഇദ്ദേഹം ഒരു ഡിഫൻസ് ആണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് ഒരു 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 ഒന്നും അതെങ്ങനെ പറയണമെന്ന് ഫീലിങ്സ് എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് അത് എങ്ങനെ ഇവിടെ വന്നപ്പോൾ അതിനുള്ള എന്താണ് നമുക്ക് അത് സാധാരണ ഇങ്ങനെ രീതിയിൽ ഞങ്ങൾ റെക്കഗ്നൈസ് ആയപ്പെട്ടിട്ടില്ല. അങ്ങനെ എനിക്കും ഒരു ഫസ്റ്റ് ടൈം അനുഭവമായിരുന്നു. സാർ ഇങ്ങനെ ഒരു ഡിഫൻസ് എന്ന രീതിയിൽ എന്നെ റെക്കഗ്നൈസ്. എന്തായിരുന്നു ഗിഫ്റ്റ്? ഗിഫ്റ്റ് എനിക്കൊരു കസവ് കൊണ്ടാണ് സാർ തന്നത്. യെസ്, അതായത് ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ. ഡിഫൻസ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ആനുകൂല്യം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പരിഗണന അവർക്ക് ഞാൻ നൽകുന്നതാണ്. അത് കാണിച്ചാൽ ഈ സന്തോഷം എന്നുള്ളതും എല്ലാം എനിക്ക് ഇറ്റ്സ് എ ഡിഫൻസ്. നമുക്കാണ് മിലിറ്ററി, അല്ലെങ്കിൽ ഇവരെല്ലാവരും തന്നെയാണ് നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 100% എൻ്റെ രീതിയിലുള്ള ഒരു നല്ല സപ്പോർട്ടിങ് നിങ്ങൾക്കും ഉണ്ടാവും. പോരെ? ഓക്കെ. കല്യാണ പാർട്ടി സജഷൻ ചെയ്യാം, അതുപോലെ വെഡ്ഡിങ് പാർട്ടി, ഡിഫൻസ് വന്നാലും എല്ലാം കൊണ്ടും അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും. ശിവറാം ടെക്സ് എന്നുള്ള ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ സ്റ്റാഫും ഡിഫൻസിൻ്റെ കൂടെ നമ്മളുണ്ടാവും. ഓക്കെ, അപ്പോൾ സന്തോഷം. ഒരുപാട്. ഓക്കെ, ശരി.